നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ത് നേട്ടമുണ്ടാക്കി കൊടുക്കും? ഇതാണ് ഇപ്പോൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിൻ്റെ മുഖച്ഛായ മാറ്റും എന്നാണ് BJPയും സുരേഷ് ഗോപിയോട് അനുഭാവം പുലർത്തുന്നവരും പറയുന്നത്. അക്കാര്യം നല്ല ഉറപ്പുണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം. ഒരു MP അല്ലാഞ്ഞിട്ട് കൂടി അവിടെ 1 കോടിയോളം സ്വന്തം കയ്യിൽ നിന്നെടുത്ത് മാർക്കറ്റ് വികസിപ്പിക്കാൻ ചെലവഴിച്ച ആളാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പവർ ഉണ്ടെങ്കിൽ എന്തും ചെയ്തു തരും. അവിടുത്തെ ആൾക്കാർക്ക് അതറിയാം. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ വൃത്തികെട്ട കളികളെയാണ് തനിക്ക് പേടി. ഇവിടെ ഞങ്ങൾ ഒന്നിച്ചല്ല എന്ന് പറയുന്ന ലെഫ്റ്റും റൈറ്റും കേന്ദ്രത്തിലും UPയിലും ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറയും. ഈ 2 പാർട്ടിക്കാരും ചേർന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള അധാർമികമായ കളികൾ നടത്തുമെന്ന് ഭയമുണ്ട്. എന്നാൽ സുരേഷിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം സ്ത്രീ സമൂഹങ്ങൾ ഉണ്ട്. അമ്മമാരും പെങ്ങന്മാരും. അവർ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരിക്കാം. എന്നാൽ അവിടെ ചെന്ന് കുത്തുന്നത് സുരേഷ് ഗോപിക്കായിരിക്കും. സുരേഷ് ഗോപി അവിടെ ജയിച്ചാൽ അതിൻ്റെ ഗുണം തൃശ്ശൂരിനായിരിക്കും ലഭിക്കുക എന്നാണ് മേജർ രവി പറയുന്നത്. സുരേഷ് ഗോപിയെ ഇന്നും പലരും ട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ അടുത്ത പെറ്റാണ് സുരേഷ് ഗോപി എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു MP-യായി ഒരു മന്ത്രിയായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിനല്ല, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിനാണ്. സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ എന്താ? അയാൾ സിനിമയിൽ അഭിനയിക്കും, കാശുണ്ടാക്കും, സുഖമായി ജീവിക്കും. ഈ അധ്വാനത്തിൻ്റെ ആവശ്യം ഈ വയസ്സാം കാലത്തില്ല എന്നാണ് മേജർ രവി പറയുന്നത്. മേജർ രവി വളരെ വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയിലേക്ക് കൂടി എടുത്തിരിക്കുകയാണ്. വളരെ ഉറപ്പ് പറയുകയാണ് മേജർ രവി. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു പോകും. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റേതായ ഒരു നിറമല്ല അദ്ദേഹത്തിനുള്ളത്. ശരിയാണ്, സുരേഷ് ഗോപി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കതാണ് വേണ്ടത്. കഷ്ടപ്പെടുന്നവൻ്റെ അടുക്കലേക്ക് എത്തുന്നു, അവനോട് അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവരുടെ അടുക്കലെത്തുന്നു, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. ഇതാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് മേജർ രവിയും പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാളെയാണ് MP-യായിട്ട് വേണ്ടത്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഈ സമ്പന്നന്മാരുടെ ഒരു വലിയ ഇടമാണ്. ധാരാളം സമ്പന്നന്മാർ ആ മണ്ഡലത്തിലുണ്ട്. ക്രൈസ്തവരിലും ഹൈന്ദവരിലും ഒക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമാന്വേഷണങ്ങൾക്കോ അവർക്ക് ക്ഷേമ പെൻഷൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതൊന്നും അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ടതെന്ന് പറയുന്നത് നാട്ടിൽ നേരാവണ്ണം വണ്ടി ഓടിച്ചു പോകാൻ റോഡ് കിടക്കണം, പിന്നെ അക്രമമൊന്നുമില്ലാതിരിക്കണം, ഇതേ ഉള്ളൂ. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ അത് സുരേഷ് ഗോപിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി ജയിച്ചു ചെല്ലുമ്പോൾ നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരും, ഒരു സഹമന്ത്രിയെങ്കിലും ആക്കും. അതിൻ്റെ നേട്ടം തൃശ്ശൂർകാർക്ക് തന്നെയുണ്ട്, കേരളക്കാർക്കും ഉണ്ടാകും എന്നാണ് മേജർ രവി പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപി ചിലപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഇടപെട്ടങ്ങോട്ട് ചെയ്യുമ്പോൾ അവിടെ മറ്റ് 2 മുന്നണികൾക്കും ആകെ കൂടി അങ്കലാപ്പാണ്. എന്തായാലും തൃശ്ശൂർ ഒരു വലിയ ത്രികോണ മത്സരം തന്നെയാണ്. നമ്മൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏറ്റവും മുന്നേ അന്വേഷിക്കാൻ പോകുന്നത് തൃശ്ശൂരിലെ റിസൾട്ടിന് വേണ്ടിയായിരിക്കും. അതിനുവേണ്ടിയായിരിക്കും അങ്ങനെ കാതോർത്തിരിക്കുക.
കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ? തുറക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്താണോ, തൃശ്ശൂരാണോ, അതോ പത്തനംതിട്ടയിലാണോ, ആറ്റിങ്ങലാണോ എന്നുള്ള കാര്യത്തിലാണ് ജനങ്ങൾ താല്പര്യത്തോടു കൂടി ഇരിക്കുന്നത്.